ഡോക്ടർ എൻ ജയരാജ് 3 മിനിറ്റ്. സാർ, അങ്ങേക്ക് സംസാരിക്കും. ഞാൻ ഈ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുകയാണ്. പോയിൻ വിക്രം സാറിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട്, സരവീലേക്ക് സ്വന്തം ഈണം ചമയ്ക്കുന്ന ശരവേഗമാണ് ഞാൻ എന്ന് പറയുന്ന അതിമനോഹരമായ വരിയാണ് സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ 8 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും അതിനുശേഷം ഇനി മുമ്പോട്ട് നയിക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളുടെയുമായ സംക്ഷിപ്തമായ രൂപമായി നമ്മുടെ നയപ്രഖ്യാപനത്തെ സത്യത്തിൽ കാണാൻ കഴിയുന്നത്. സർ, കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഭംഗിയായി വളരെയേറെ ഭക്തജനങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകാൻ കഴിഞ്ഞ ഒരു തീർത്ഥാടന കാലമാക്കി ഗവൺമെൻറ് നല്ലൊരു പ്രവർത്തനത്തിന് കഴിഞ്ഞതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും ഒരുപാട് പരാതികളുണ്ടാകുന്നൊരു കാലഘട്ടമാണ് സാർ. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഇവിടെ നയമില്ല എന്നാണ് ഇവിടെ പ്രസംഗിച്ച് പ്രതിപക്ഷത്ത് നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത്. സത്യത്തിൽ ഇത് വായിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായൊരു രൂപരേഖയാണ്. അടിസ്ഥാന മേഖലയിലുണ്ടാകുന്ന വികസനങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള മേഖലയിലെ ഘടനാപരമായ മാറ്റങ്ങൾ, സ്പോർട്സ് ഉൾപ്പെടെയുള്ള മറ്റടിസ്ഥാന മേഖലകളിൽ കേരളത്തിലെ റോഡുകൾ BMNBC ലെവലിലേക്കുള്ള നമ്മുടെ റോഡുകൾ വലിയൊരു പങ്ക് റോഡുകൾ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ മാറ്റം കേരളത്തിലുണ്ടാകുന്നുണ്ട്. ആ മാറ്റം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കാട്ടാക്കട മുരുകൻ്റെ കവിത പോലെ കണ്ണടകൾ വേണം, എന്ത് കണ്ണട വെച്ചാണ് ഇനിയും പ്രതിപക്ഷത്തിന് കേരളത്തിലുണ്ടാകുന്ന വികസനത്തിൻ്റെ മാറ്റങ്ങളെ കാണാൻ കഴിയുന്നത് എന്നുള്ളത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ അതിന് പ്രത്യേകമായ എന്തെങ്കിലും കണ്ണടകൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. സാർ, ഞാനിവിടെ 1-2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് കേരളം അഭിമുഖീകരിക്കുന്ന ഈ അടുത്ത ജനറേഷൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന മേഖലകളെ എങ്ങനെയാണ് ഗവൺമെൻറ് കാണാൻ പോകുന്നത്. കാരണം 8 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളെയും അതിൽ ഊന്നിക്കൊണ്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നമുക്കറിയാം. നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുള്ള പരാതികൾ നിലനിൽക്കുമ്പോൾ അവരെ നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചു നിർത്താൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമൂലമായ ഘടനാപരമായ മാറ്റമാണ് യഥാർത്ഥത്തിലുണ്ടാകുന്നത്. നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ 4 വർഷക്കാലത്തെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ആ വലിയ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് JJM കുടിവെള്ള കാര്യത്തിലാണെങ്കിൽ 54% JJM പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ 2025 പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പോർട്സിൻ്റെ രംഗത്ത് ഇന്ന് അന്തർദേശീയ രംഗത്ത് സ്പെയിൻ ഉൾപ്പെടെ അർജൻറ്റീന ഉൾപ്പെടെ രാജ്യങ്ങളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്പോർട്സ് മേഖലയുടെ ഡെവലപ്മെൻറ്റ് വലിയ ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് 2022 ലക്ഷങ്ങളുള്ള ഒളിമ്പിക് സപ്പോർട്ട് സ്കീം. ഇതൊക്കെ ഈ രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഓരോ രംഗത്തും നമുക്ക് സമയക്കുറവുകൊണ്ട് അതിലേക്കൊന്നും കിടക്കാൻ കഴിയുന്നില്ല. ഏത് രംഗത്തേക്ക് നോക്കിയാലും വലിയ മാറ്റങ്ങളാണ് സത്യത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുള്ള പ്രവർത്തനത്തിന് മുൻപോട്ടുള്ള യാത്രയ്ക്ക് കരുത്ത് പകരുന്ന അതോടൊപ്പം തന്നെ അതിനെ വളരെ ദിശാബോധത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തലത്തിലുള്ള വലിയൊരു ആശയങ്ങളാണ് നമ്മുടെ ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് മുമ്പോട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞ 8 വർഷക്കാലമായി ഇടതുപക്ഷ ഗവൺമെൻറ് മുൻപോട്ട് വെച്ച നയത്തിന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന മേഖലയിലെ ഘടനാപരമായ മാറ്റങ്ങൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ സമഗ്രമായ സർവേശ്രേഷിയായ വികസന പരിപ്രേക്ഷ്യത്തിന് കൂടുതൽ കരുത്ത് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ഈ നയപ്രഖ്യാപനത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.